ഹലോ. പണ്ടൊക്കെ ഒരു ചിത്രം എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്നതിനായിരുന്നു പ്രാധാന്യം. 100 ദിവസം 150 ദിവസമൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ ഓടി എന്ന് പറഞ്ഞാൽ വലിയ മേന്മയായിരുന്നു. ഇന്ന് എത്ര കോടി ഒരു സിനിമയ്ക്ക് കളക്ഷൻ ലഭിച്ചു എന്നതിലാണ് സിനിമകളുടെ വിജയം അളക്കുന്നത്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബോക്സ് ഓഫീസ് മാർക്കറ്റാണ് മലയാള സിനിമയ്ക്കുള്ളത്. ചെറിയ ബജറ്റിലാണ് മലയാള സിനിമകൾ നിർമ്മിക്കുന്നത്. പക്ഷേ ചില സിനിമകൾ വളരെ വലിയ വിജയമാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കാറുള്ളത്. 20 കോടിക്ക് താഴെ നിർമ്മിച്ച് തിയേറ്ററുകളിൽ നിന്ന് 240 കോടിയിലധികമാണ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയത്. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടം നേടുന്നത് 2016 ലാലേട്ടൻ്റെ പുലിമുരുകനാണ്. പിന്നീട് ലാലേട്ടൻ്റെ ലൂസിഫറും മറ്റ് അനവധി ചിത്രങ്ങളും ഈ ക്ലബിൽ ഇടം നേടി. ഇപ്പോഴിത് റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ജയസൂര്യയുടെ ആട് 3യും 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. ഉണ്ണി മുകുന്ദനും കല്യാണി പ്രിയദർശനും അടക്കം മലയാളത്തിലെ യുവതാരങ്ങളും ഇടം പിടിച്ച ഈ ക്ലബിലേക്ക് കയറിപ്പറ്റാൻ കഴിയാത്ത ഒരാളുണ്ട്. മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഭ്രമയുഗവും കളങ്കാവലും പോലെ ലോകോത്തര നിലവാരമുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഫിലിംഫെയർ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിലവാരം കോടിയിലൂടെ അളക്കേണ്ട ഒന്നാണോ? അദ്ദേഹം ശ്രദ്ധ കൊടുക്കുന്നത് കോടിയിലല്ലല്ലോ. അഭിനയ സാധ്യതയുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം തിരയുന്നത്. അഭിനയം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് അഭിനയമേ ജീവിതം. അദ്ദേഹം തൻ്റെ യാത്ര തുടരട്ടെ. അതിനിടയിൽ ഒരു കോടിക്കിലുക്കം വന്നുപെട്ടാൽ പെടട്ടെ, അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.